ഹായ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിയിട്ട് കൊയിലാണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ഞാനും ഷായത്തൻ്റെ മോനും കൂടിയാണ് പോകുന്നത്. ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. എന്തിനാണ് പോകുന്നത് വെച്ചാൽ ഇന്ന് അങ്കനവാടിയത്തെ കലോത്സവമാണ് കേട്ടോ. അപ്പോൾ മോൻ ഡാൻസിലുണ്ട്. എല്ലാ അങ്കനവാടിയത്തെയും കലോത്സവമാണ് കേട്ടോ. അപ്പം കൊയിലാണ്ടി ടൗൺ ഹാളിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ പോയി കുറച്ച് ആകുമ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ടൗൺ ഹാളിൽ നിന്നായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടോ. മോന് വലിയൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കാൻ. അവൻ ഫസ്റ്റായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു അത് അവനുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഇനി അങ്ങോട്ട് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. അപ്പോൾ നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ടീച്ചർ വന്ന് പറഞ്ഞു മക്കളെ മാറ്റിച്ചോളൂ, കോട്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇടിയിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ കോട്ടൊന്നും ഊരി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് നല്ലപോലെ പിന്നൊക്കെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് നിന്ന് വേറെ മക്കൾ അവൻ്റെ അംഗനവാടിയിൽ തന്നെ വേറെ മക്കൾ കരയുന്നുണ്ട് കേട്ടോ. കോട്ടിടി സമ്മതിക്കാണ്ടും അതേപോലെ ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ കോട്ടിന് പിന്നൊക്കെ കുത്തി. പിന്നെ അവൻ്റെ ഓരോരു വീഡിയോ എടുത്തു കേട്ടോ. എൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിബൺ തന്നിട്ടുണ്ടായിരുന്നു, ചുവപ്പും വെള്ളയും റിബണ്. അപ്പം അതൊക്കെ ഇതാ കൈമുള്ളിൽ നല്ലപോലെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഷായത്തിട്ട് പറയുന്നുണ്ട് നല്ലപോലെ കെട്ടിക്കൊടുക്കുക, അല്ലാണ്ട് ഊരിപ്പോകും, ഡാൻസ് കളിക്കുമ്പോൾ ഊരിപ്പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലപോലെ മുറുക്കി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഫസ്റ്റ് ഇവർ ഡാൻസ് എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് ഇവരുള്ള ബാക്കിയുള്ള മക്കളൊക്കെ കരയായിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് ഇവരായിരുന്നു കേട്ടോ കയറിയത്. മക്കൾ നല്ലപോലെ കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അവരെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബാക്ക് പോയിട്ട് ഞാൻ മോൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇവനും നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ മക്കളെയൊക്കെ സ്റ്റേജ് മുകളിൽ കൊണ്ടുപോയി നിൽപ്പിച്ചു കേട്ടോ. എല്ലാവരെയും സെറ്റാക്കി നിൽക്കുമ്പോഴത്തേക്കിനെ കരച്ചിലൊക്കെ മാറ്റി നിൽക്കുമ്പോൾ തന്നെ ഇവരെയൊക്കെ ഒന്ന് വൈക്കായിട്ട് അപ്പം അങ്ങനെ അവരെ ഡാൻസ് ഇറങ്ങി കേട്ടോ. എൻ്റെ പ്രതീക്ഷ പോലെ തന്നെ അവനൊന്നും കളിച്ചിട്ടില്ലായിരുന്നു. അവനെന്തോ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. പാട്ട് കഴിയുന്നവരെ നോക്കിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ പാട്ടൊക്കെ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. നിങ്ങളതൊന്ന് കണ്ടുമൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു. അതിനൊക്കെ ഭയങ്കര റെഡിയാണ് കേട്ടോ. പിന്നെ സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സമ്മാനം വാങ്ങി കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനാ സമ്മാനം തന്നെ. അവൻ ചോദിച്ചാൽ ശരിയാണ് കേട്ടോ. ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്കല്ലേ സമ്മാനം കൊടുക്കൂ. എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവന് ഫസ്റ്റ് കിട്ടിയ സമ്മാനമാണത്. അതുപോലെ തന്നെ അവൻ സ്റ്റേജ് മുതൽ കളിച്ചിട്ടില്ലെങ്കിലും അവൻ സ്റ്റേജ് മുതൽ കയറി നിന്നിട്ടുണ്ട് കേട്ടോ, കരയൊന്നും ചെയ്യാണ്ട്. അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മക്കളുടെ ഡാൻസൊക്കെ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഓരോരോ മക്കളായിട്ട് ഓരോരോ അംഗനവാടിയത്തെ മക്കളായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചില മക്കളൊക്കെ കരയുന്നുണ്ട്, ചില മക്കളൊക്കെ കളിക്കുന്നുണ്ട്. അധികവും കരയുന്നതാണ് കേട്ടോ. മക്കൾ ഇത്രയാളെയൊക്കെ കണ്ട് പാട്ടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കരയുന്നുണ്ട് കേട്ടോ മക്കൾ. അപ്പോൾ ഇതാ അവിടെ തന്നെ പാലും ബിസ്ക്കറ്റൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷായത്തനാണ് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാലും ബിസ്ക്കറ്റും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൊയിലാണ്ടിൽ അവിടെ തന്നെ പോയിട്ട് ഷായത്തിൻ്റെ വാച്ചിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും റെഡിയാക്കി പിന്നെ ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. സെൻട്രൽ ഫ്രഷിൽ പോയിട്ട് എന്തായാലും ഡാൻസ് കണ്ട ക്ഷീണത്തിൽ ഞങ്ങൾ പോയിട്ട് ദോശ കഴിച്ചു കേട്ടോ. നല്ല ദോശയാണ്, ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ദോശയാണ്. അപ്പം നല്ല അടിപൊളിയായിട്ട് മസാല ദോശ തന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.